ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻകറി ആണ്. ഇത് വ്രതസമയത്തൊക്കെ ആൾക്കാർക്ക് മീൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു പകുതി മാങ്ങ കഷ്ണങ്ങളാക്കിയത്, ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, ഒരു 2 പീസ് ഇഞ്ചി, 3-4 പച്ചമുളക്, ഒരു സവോള, ഇത്രയും കട്ട് ചെയ്ത് വെക്കുക. കൂട്ടത്തിൽ 3-5 കഷ്ണം ചുവന്നുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 പിടി തേങ്ങ ചിരകിയത്. ഈ തേങ്ങ ചിരകിയതും ചുവന്നുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരിക. അത് ഞാൻ അരച്ചിട്ട് വരാം. ഗ്യാസ് കത്തിക്കുക. എണ്ണ ഒരു 2 ടീസ്പൂൺ ഒഴിക്കുക. മീനിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്പം ഉലുവ ചേർക്കുന്നത്. 2 ഉലുവയും കൂടെ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ഉലുവ ഒന്ന് ചൂടായി വന്നാൽ അതിൻ്റെ മണമൊക്കെ വരത്തുള്ളൂ. ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും സവോള, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന് ഒന്ന് ഇറക്കി കൊടുക്കുക. സവോള ഒന്ന് നിൽക്കാനായിട്ട് നമുക്ക് ഒരു കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് സവോള ഒന്ന് ഇളക്കുക. സവോള ഒന്ന് വഴന്നെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങ ഇടുക. മാങ്ങ ഇട്ട് ഇളക്കുക. മാങ്ങയും കൂടെ ഒരുപാട് വീടില്ലല്ലോ മാങ്ങയ്ക്ക്. ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളുമ്പോൾ തന്നെ അത് വാടി വന്നു വരും. മാങ്ങ ഇട്ട് ഒന്ന് വന്ന് കഴിയുമ്പം നമുക്ക് ടൊമാറ്റോയും കൂടെ നോക്കാം. ഈ കറി ഉണ്ടാക്കുന്ന വ്രതമൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മീൻകറിയുടെ ടേസ്റ്റിൽ കഴിക്കണമെന്ന് തോന്നുന്നവർക്ക് ഈ മീൻ കറി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ചോറിനോടൊപ്പം. ടൊമാറ്റോയിൽ ഒന്ന് വരണ്ട് വന്നു. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനോട് ചേർക്കുക. ഇപ്പം അരപ്പൊന്ന് കുറുകിയ രീതിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അതിനോട്. ഇപ്പോഴും കുറുകിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. വെള്ളം ചേർത്താലേ ഇതിപ്പം നല്ലപോലെ കുറുകിയിരിക്കുക. ഇപ്പം നന്നായിട്ട് കുറുകിയിരിക്കുകയല്ലേ. നമുക്കൊന്ന് ലൈറ്റാക്കണം. ലൈറ്റാക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കുക. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കുമ്പോൾ കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാമല്ലോ. ഉപ്പ് കുറവാണ്, നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം. മീനിൻ്റെ ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടംപുളി അലിയിച്ച് വെച്ചിരിക്കുന്ന ആ കുടംപുളി ഇതിനോടൊപ്പം ചേർക്കുന്നത്. മീൻകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടണമല്ലോ.
ഇതൊന്ന് തിളച്ച് വരട്ടെ. തക്കാളിയും മാങ്ങയും പച്ചമുളകിന്റെ എരിവ് ഇറങ്ങുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചു കഴിഞ്ഞാലേ ഈ ചാറിനകത്തോട്ട് ഈ പുളിയും ഉപ്പും എല്ലാം ഇറങ്ങുള്ളൂ, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് വേവട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് നന്നായിട്ട് ഇളക്കിയപ്പോൾ നന്നായിട്ട് കഷ്ണമെല്ലാം വെന്ത് ചേർന്നു. കഴിവതും മീൻ ചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കുക. അപ്പം ആ ടേസ്റ്റ്, മീൻ ഇട്ടില്ലെങ്കിൽ മീനിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് ശകലം കരിവേപ്പില ആദ്യം ഇടുക. എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ അതിൻ്റെ ഒപ്പം ഒന്ന് തൂക്കി. ഇതൊന്ന് ചെയ്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.